സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പരിഗണനാ പട്ടികയിൽ DGP മനോജ് എബ്രഹാമിനെ ഉൾപ്പെടുത്തിയ സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. ഹർജിയിന്മേൽ ഹൈക്കോടതി രജിസ്ട്രിയുടെ എതിർപ്പ് സിംഗിൾ ബെഞ്ച് ശരിവെച്ചു. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി? ഉമേഷ്, 6 പേരുടെ പട്ടികയാണ് DGP സ്ഥാനത്തേക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതിൽ 3 പേരുടെ പേര് തിരിച്ചയക്കും. അതിൽ നിന്ന് ഒരാളെയാണ് DGP ആയി പരിഗണിക്കുക. ആ 6 പേരുടെ പേരിൽ, അതായത് കേരളം നിലവിൽ നൽകിയിരിക്കുന്ന 6 പേരുടെ പേരിൽ അതിൽ മനോജ് എബ്രഹാമിൻ്റെ പേരുണ്ട്. ഇത് ചോദ്യം ചെയ്താണ് മാധ്യമപ്രവർത്തകനായ MR അജയൻ കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതി ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ ഹർജിയിൽ പൊതുതാൽപര്യമില്ല, പ്രത്യേകിച്ച് നിയമനം നടക്കാത്തൊരു പശ്ചാത്തലം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് ചട്ടങ്ങൾ പാലിച്ചാണ് ഇത്തരത്തിൽ മനോജ് എബ്രഹാമിൻ്റെ പേര് ഉൾപ്പെടുത്തിയതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. രജിസ്ട്രാറിൻ്റെ ആ നിരീക്ഷണം ശരിവെച്ചുകൊണ്ടാണ് നിലവിൽ ജസ്റ്റിസ് നഗരേഷിൻ്റെ ബെഞ്ച് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. മനോജ് എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.